ഒരു കാലത്ത് മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായിരുന്നു നമ്മുടെ സുരേഷ് ഗോപി. സുരേഷ് ഗോപി, മോഹൻലാൽ, മമ്മൂട്ടി, 3 താരങ്ങളും മിന്നിത്തിളങ്ങുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ മമ്മൂട്ടിയും മോഹൻലാലും മാത്രമാണ് സൂപ്പർ സ്റ്റാർ പദത്തിൽ പറയാവുന്ന 2 വലിയ നടന്മാർ. നമ്മുടെ സുരേഷ് ഗോപി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി. അദ്ദേഹം BJP അനുകൂലിയായിട്ടായിരുന്നു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. തൃശ്ശൂരിൽ അദ്ദേഹം മത്സരിച്ചു ലോക്സഭാ മണ്ഡലത്തിന് വേണ്ടിയിട്ട്. അദ്ദേഹം MP ആയി വിജയിച്ചു. വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം മന്ത്രിയായി, കേന്ദ്ര സഹമന്ത്രിയായി. അദ്ദേഹം ഒരുപാട് സിനിമ പ്രൊജക്റ്റുകൾ ഏറ്റെടുത്തിരുന്നു. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം സിനിമകൾക്ക് വേണ്ടി മന്ത്രിസ്ഥാനം ഒഴിയാൻ വരെ തയ്യാറാണെന്നാണ്. അത് വലിയ രീതിയിൽ കേന്ദ്ര മന്ത്രിസഭയിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചു. സുരേഷ് ഗോപിക്കെതിരെ വലിയ രൂക്ഷ വിമർശനവും ഏൽക്കേണ്ടി വന്നു. ഇപ്പോൾ സുരേഷ് ഗോപി പറയുന്നത് അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയായി കാണേണ്ട, MP ആയി കാണേണ്ട, അദ്ദേഹം ഉദ്ഘാടനത്തിന് ഒരു സിനിമ നടനെന്ന രീതിയിൽ വരും, അദ്ദേഹം പ്രതിഫലം വാങ്ങിക്കുമെന്നൊക്കെ സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. പക്ഷേ വലിയ രീതിയിൽ വലിയ നിയമക്കുരുക്കാണ് സുരേഷ് ഗോപിക്ക് വരുന്നത്. അങ്ങനെ പോയാൽ അദ്ദേഹത്തെ സഹമന്ത്രി സ്ഥാനത്ത് നിന്നും, കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുമെന്നൊക്കെയുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സുരേഷ് ഗോപിയുടെ സമയം അത്ര നല്ലതല്ല. സുരേഷ് ഗോപിയെ വിജയിപ്പിച്ച തൃശ്ശൂരിലെ ജനങ്ങൾക്ക് ഏൽക്കുന്ന ഒരു വെല്ലുവിളി തന്നെയാണ്. സുരേഷ് ഗോപി ഒരു നല്ല നടനാണ്, പക്ഷെ ഒരു രാഷ്ട്രീയക്കാരനാവണമെന്നെങ്കിൽ രണ്ടും നടക്കില്ല എന്നാണ് കേന്ദ്ര മന്ത്രിസഭ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സുരേഷ് ഗോപിയുടെ പണം വാങ്ങിയിട്ടുള്ളതും സിനിമാ മോഹങ്ങളൊക്കെ ഇപ്പോൾ തച്ചൊടിക്കുന്ന റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സുരേഷ് ഗോപിയെ ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.